Hi guys, welcome back to John's vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. 1 pot ചിക്കൻ ബിരിയാണി റെസിപ്പി. ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക. എന്താണേലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് 4 ക്ലവ് ഇട്ട് കൊടുക്കാം, 2 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് പൗഡറായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി. നമുക്കിനി ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 1 ഗ്ലാസ് അരി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് 1 pot ബിരിയാണിയുടെ മസാല റെഡിയാക്കാം കേട്ടോ. ഇപ്പം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മസാല ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഷാഹി ജീര ഇട്ട് കൊടുക്കാം, ബേ ലീഫ്, സിനമൺ, ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവേ. അടുത്തത് നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇല്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പച്ചമുളക്, ഇനി നമുക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടുക. നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പം മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് എടുത്തേക്കുന്നത്. ഇപ്പം ചിക്കനിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിക്കട്ടെ കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് 1 pot ബിരിയാണിയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആണ്. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1 pot ബിരിയാണി ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി, 1 ഗ്ലാസ് അരി ഇല്ലേ കഴുകി വെച്ചേക്കുന്നത്, അത് നമുക്ക് ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമുക്കിനി അത് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിപ്പം സീ സോൾട്ട് വാട്ടർ പോലെയാണ് വേണ്ടത്. ഉപ്പ് എപ്പോഴും വെള്ളത്തിനേക്കാളും മുമ്പിട്ട് നിൽക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇപ്പം നിങ്ങൾ വർക്കിംഗ് വുമനോ ഇല്ല ബാച്ചിലേഴ്സോ ഒക്കെ ആണെങ്കിൽ ഇത് രാവിലെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. എന്നിട്ട് തിരിച്ചു വരുമ്പം ഇത് നമുക്ക് കുക്ക് ചെയ്താൽ മതി. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാം കേട്ടോ. ഇപ്പം ഞാനിത് 4 hours വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം മസാല ഫ്ലേവർ എല്ലാം റൈസിൽ പിടിച്ചിട്ടുണ്ടാവും. നമുക്കിനിത് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നമ്മൾ ബൗളിലുണ്ടായിരുന്നതെല്ലാം ഞാൻ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് തോന്നിയത്. ഇനി നമുക്ക് 1 സ്പൂൺ ഗീയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ടോയെന്ന് നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. എയറൊക്കെ റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് കാഷ്യൂവും കിസ്മിസും ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ചിക്കനും റൈസും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ 1 പോട്ട് ബിരിയാണി എല്ലാവരും കഴിച്ച് എൻജോയ് ചെയ്യുക. താങ്ക് യു.